സർജറി നടന്നതിന് ശേഷം ഈ ചാർജുള്ള, അതായത് സ്ക്രബ് സിസ്റ്ററായിട്ടുള്ള സിസ്റ്റർ ഇവിടെ ഉപയോഗിച്ച ഉപകരണങ്ങൾ, അതോടൊപ്പം തന്നെ മോപ്പ് ഉള്ള സാധനങ്ങൾ, ഇതെല്ലാം തന്നെ അവരത് സ്ഥിരീകരിക്കുകയും അതിനുശേഷം മാത്രമാണ് സർജറി പൂർത്തിയാക്കിയതെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആശുപത്രിയുടെ തീർച്ചയായിട്ടും ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല. ഒരു സർജറി ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചില പ്രോട്ടോക്കോളുണ്ട്. ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് സർജറിക്ക് മുൻപും സർജറിക്ക് ശേഷവും ഉപയോഗിച്ച ഉപകരണങ്ങളുടെ എണ്ണം, അതിന് അസിസ്റ്റ് ചെയ്ത സിസ്റ്റർമാർ അത് സ്ഥിരീകരിക്കണമെന്ന് പ്രോട്ടോക്കോളുണ്ട്. രേഖകൾ പരിശോധിച്ചപ്പോൾ അതെല്ലാം ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിച്ചപ്പോൾ അത് തീർച്ചയായിട്ടും ഗൗരവമായിട്ട് തന്നെയാണ് എടുക്കുന്നത്. മെഡിക്കൽ ഉപകരണം അല്ലേ, അതിനി അത് പുറത്തെടുത്ത് നടത്തിയ പരിശോധനയിൽ മാത്രമേ നമുക്ക് അത് അറിയാൻ പറ്റുള്ളൂ. എല്ലാ ടീമെല്ലാം നിലവിൽ ഇപ്പോൾ ഒരു സർവീസിലുള്ളവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. അതായത് ഇപ്പം നിലവിൽ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന അന്നത്തെ HOD നേതൃത്വത്തിലുള്ള യൂണിറ്റ്, ഡോക്ടർ ലളിതാംബിക മാഡത്തിൻ്റെ യൂണിറ്റിലാണ്. പക്ഷേ ആ യൂണിറ്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറിൻ്റെ നേതൃത്വത്തിലാണ് ഈ സർജറി നടന്നത്. അതിനകത്ത് നമ്മുടെ കേസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡോക്ടർ ഷാഹിദ ഇവിടെയില്ല. ട്രാൻസ്ഫർ ആയിപ്പോയി. 5 വർഷം മുമ്പ് നടന്ന സംഭവമല്ലേ, ട്രാൻസ്ഫർ ആയിപ്പോയി. സർവീസ് ഇന്നലെ പറയുന്നത് ഈ സംഭവം കഴിഞ്ഞ് 18-ാം തീയതി കണ്ടെത്തി, പക്ഷെ അത് പുറത്ത് പറയരുത്, നമുക്ക് ഇവിടെ തന്നെ അത് മാറ്റാനുള്ളൊരു കാര്യം കണ്ട് ഡോക്ടേഴ്സ് ഉള്ളിലേക്ക് വിളിച്ച് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. നമ്മളിവിടുന്ന് എല്ലാ സഹായങ്ങളും ചെയ്തു തരാമെന്നും എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ ചെയ്തു തരാമെന്നുമാണ് ഉറപ്പ് നൽകിയത്. അതനുസരിച്ചുള്ള പരിശോധനകളെല്ലാം ഇന്നലെ തന്നെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ അഡ്മിറ്റ് ചെയ്ത് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഇപ്പോൾ പറ്റുകയില്ല, ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ സമയമേ പോവുകയായിരുന്നു. അതായത് നമ്മുടെ സ്ക്രബ് നഴ്സും അതോടൊപ്പം തന്നെ ഫ്ലോർ നഴ്സും സംവിധാനമാണ്. അപ്പോൾ 38 വർഷമായിട്ടുള്ള ഈ ഫ്ലോർ നഴ്സ് സംവിധാനം ഇല്ലാതെയാണ് ഈ ഓപ്പറേഷൻ നടക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. സാധാരണ എങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മുടെ ഈ ഗവൺമെൻറ് സാഹചര്യത്തിൽ സ്റ്റാഫുകളുടെ അഭാവം കൊണ്ട് നമുക്ക് ഈ ഫ്ലോർ നഴ്സും സ്ക്രബ് നഴ്സും എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഇൻചാർജ് സിസ്റ്റർ, സെറ്റിംഗ് സിസ്റ്റർ, സ്ക്രബ് നഴ്സ് ഇങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ പോയിരിക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് എല്ലാ ജോലിയും ഒരുപോലെ തന്നെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് പോകും. കാരണം അത്ര ഷോർട്ടേജ് നിൽക്കുന്നൊരു സ്ഥലമാണ്. മാൻ പവറിൻ്റെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് ഈ പറയുന്ന സ്പെസിഫിക് ഏരിയയിലേക്ക് ഓരോ ഫ്ലോർ നഴ്സ്, സ്ക്രബ് നഴ്സ് അതൊന്നും കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉണ്ട്. അല്ല, അത് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അത് അന്നത്തെ നഴ്സുമാരുടെ നല്ല അത് കൃത്യമായി അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കേസ് ഷീറ്റും കാണിക്കുന്നത്. ഷോർട്ടേജ് വന്നിട്ടുണ്ട്. അക്കോർഡിംഗ്ലി അവർ ഷോർട്ടേജ് ഇല്ല. ഞാൻ പറയട്ടെ, നമ്മൾ ഇതൊക്കെ ഇപ്പോൾ 5 വർഷം മുമ്പ് നടന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കേസ് ഷീറ്റിനെ ആധാരമാക്കിയാണ് എല്ലാം നമ്മൾ അറിയുന്നത്. ആ കേസ് ഷീറ്റ് ഞങ്ങൾ പൂർണ്ണമായിട്ടും അത് തിരിച്ചെടുത്ത് അത് പരിശോധിക്കുകയുണ്ടായി. അതിനകത്ത് ഓപ്പറേറ്റീവ് നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് വിശദമായിട്ട് ഈ സർജറി നടന്നപ്പോൾ ഉണ്ടായ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. അതല്ലേ നമുക്കിനിപ്പോൾ ആശ്രയിക്കാൻ പറ്റുകയുള്ളൂ. അതിനകത്ത് എഴുതിയിരിക്കുന്നത് സർജറി നടന്നതിന് ശേഷം ഈ ചാർജുള്ള, അതായത് സ്ക്രബ് സിസ്റ്ററായിട്ടുള്ള സിസ്റ്റർ ഇവിടെ ഉപയോഗിച്ച ഉപകരണങ്ങൾ, അതോടൊപ്പം തന്നെ മോപ്പ് ഉള്ള സാധനങ്ങൾ, ഇതെല്ലാം തന്നെ അവരത് സ്ഥിരീകരിക്കുകയും അതിനുശേഷം മാത്രമാണ് സർജറി പൂർത്തിയാക്കിയതെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉണ്ട്. അതായത് 20 വർഷം മുമ്പ് ഇവർക്ക് മറ്റൊരു സർജറി നടത്തിയിട്ടുണ്ട്, ഫൈബ്രോയിഡ്സിന് സർജറി നടത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ കുടുങ്ങാനുള്ള സാധ്യതയുണ്ട്, ഉപകരണം കുടുങ്ങാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അത് കണ്ടെത്തേണ്ടതാണ്. കാരണം ലാപ്രോട്ടമി എന്ന് പറയുന്ന ഒരു വലിയ സർജറിയാണല്ലോ അവർക്ക് ചെയ്തത്. അപ്പോൾ ഒന്നും കണ്ടെത്തിയതായിട്ടൊന്നും അതിനകത്ത് സൂചിപ്പിച്ചിട്ടില്ല. നമുക്ക് രേഖാമൂലം നമുക്ക് ഇതെല്ലാം അവർ പറയുന്നത് അവർ എണ്ണി തിട്ടപ്പെടുത്തിയതിന് ശേഷമാണ്. അത് അങ്ങനെ രേഖപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഊഹിച്ചതിന്. പക്ഷേ അതിനകത്ത് പറയുന്നത് അവരെല്ലാം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഓപ്പറേഷൻ അസിസ്റ്റ് ചെയ്ത സ്ക്രബ് സിസ്റ്ററിൻ്റെ നോട്ട്. അപ്പോൾ അത് ഉപകരണം ഈ വയറ്റിനകത്തുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത്
സർജറിയിൽ വെച്ച് മറന്നതാണെങ്കിൽ ഇപ്പോൾ നടന്ന സർജറിയിൽ അത് കണ്ടെത്താൻ കഴിയുമല്ലോ. അല്ല ഇതൊരു വലിയൊരു അങ്ങനെ കണ്ടെത്തലില്ലാത്തതുകൊണ്ട് ഈ ലാസ്റ്റ് നടന്ന സർജറിയിലാണ് ഈ ഉപകരണം വെച്ച് മറന്നതെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുമല്ലോ എന്നുള്ളതാണ് ചോദ്യം. ഇങ്ങനെ യുക്തിപൂർവ്വം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം വലിയ സർജറിയാണ് നമുക്ക് രണ്ടാമത് ചെയ്തത്. 3.5 കിലോഗ്രാം ഉള്ള വലിയ ട്യൂമറാണ് ചെയ്തത്. അപ്പോൾ ഒരു വലിയ സർജറി തന്നെയായിരുന്നു. അപ്പോൾ അത് ആ സമയത്ത് കണ്ടെത്തിയിട്ടില്ല, അങ്ങനെ വേറെ ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഈ സർജറി ചെയ്തൊരു സാഹചര്യം കൂടെ നമ്മളത് പരിഗണിക്കണം. 2021 കോവിഡിൻ്റെ 2ാം തരംഗമുള്ള സമയത്ത് സാധാരണ ഇവർ ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലല്ല ഈ ഡോക്ടർമാരും സിസ്റ്റർമാരും എല്ലാം ഈ സർജറി ചെയ്തത്. അതുകൊണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. ഞാനതിൽ ലഘൂകരിക്കുകയല്ല, എങ്കിൽ പോലും PPE കിറ്റിട്ടും ഗോഗിൾസ് ധരിച്ചും ഒക്കെ വളരെ പരിമിതമായിട്ടുള്ള ചില സാഹചര്യങ്ങളിലാണ് അവർ സർജറി ചെയ്തത്. അതും നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ.